ചേട്ടാ, ഇന്നത്തെ സംസ്ഥാന ബജറ്റ് കഴിയുമ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തള്ളിമറിച്ച ഒരുപാട് ബ്ലണ്ടറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബജറ്റിനെ കുറിച്ച് നമുക്കൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വെറും തള്ളാണ്, പക്ക തള്ള്. യാതൊരു ലോജിക്കിനോടും സാമ്യമില്ലാത്ത, ഒരു ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തില്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാത്ത വിധത്തില് ഒരു ബ്ലണ്ടറുകളാണ് കെ.എൻ. ബാലഗോപാൽ തള്ളി വിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? ഇത് ഞാൻ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്ന് എനിക്ക് തോന്നിയത് എന്നുള്ളത്, നമ്മുടെ ക്ഷേമകാര്യ പെൻഷൻ ഉണ്ടല്ലോ, ക്ഷേമകാര്യ പെൻഷൻ ഇപ്പൊ 2400 രൂപയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഇത് കൈപ്പറ്റുന്നവരുടെ എണ്ണമാണ് ഞാൻ പരിശോധിച്ച് നോക്കിയത്. അത് 60 ലക്ഷത്തിന് മേലെയുണ്ട്. അപ്പോ നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൈവരിച്ചവരാണ് നമ്മൾ, അല്ലെ? നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൈവരിച്ചവരാണ്. അപ്പോൾ ഈ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൈവരിച്ചിട്ടുള്ള വ്യക്തികൾ കേവലം ഈ 2000 രൂപ കൈപ്പറ്റുമോ? അതാണ് എന്റെ ഒരു ചോദ്യം. അത് മാത്രമല്ല, നമ്മള് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒക്കെ കഴിഞ്ഞ്, ദാരിദ്ര്യം പോട്ടെന്ന് വെക്കാം, അത് ബേസിക് ആയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോട്ടെന്ന് വെക്കാം. അല്ല, ദാരിദ്ര്യം ഇല്ലെന്നാണ് നമ്മുടെ മന്ത്രി ദാരിദ്ര്യം ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ ഓർക്കുന്നത്, നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ കഴിയുന്നവരാണ്. അപ്പൊ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കഴിയുന്നവർക്ക് ഈ 2000 രൂപയുടെ ആവശ്യമുണ്ടോ? നമ്മളൊരു മാസം 2000 രൂപയുടെ ആവശ്യമുണ്ടോ? അപ്പൊ കുറഞ്ഞ പക്ഷം ഒരു മാസം 50,000 രൂപ സമ്പാദിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുങ്ങിയ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പറയുമ്പോൾ ഒരു 40,000-40,000 രൂപയിൽ മേൽ സമ്പാദിക്കുന്നവർക്ക് നമ്മൾ പറയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇത് ഈ 2000 രൂപയുടെ ആവശ്യം തോന്നുന്നുണ്ടോ? ഇതിന് ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ 2000 രൂപ കൊണ്ട് ഒന്നും ചെയ്യാനില്ല. നമ്മള് ഒരു ട്രാവലിംഗ് പോലും, ബസ്സിൽ ട്രാവലിംഗ് പോലും മാസം 2000 രൂപ തികയില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും അത് കൈപ്പറ്റുന്നത് 60 ലക്ഷം പേരാണ്. അത് ആ ഒരു തുക കൈപ്പറ്റുന്നത് 60 ലക്ഷം പേരാണ്. ഇത്രത്തോളം സമ്പാദിക്കുന്ന ഒരാളാണെങ്കിൽ ക്ഷേമനിധി പോയി ക്യൂ നിന്ന് ഇത് അപേക്ഷിക്കില്ല, ഒരിക്കലും അപേക്ഷിക്കില്ല. അപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ആ ഒരു പൊള്ളത്തരം എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് ബേസിക് ഒരു പൊള്ളത്തരം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മറ്റേ പെർ ക്യാപിറ്റ ഇൻകം ആണ്. പെർ ക്യാപിറ്റ ഇൻകം വെച്ചിരിക്കുന്നത് 3.5 ലക്ഷത്തിന് മേലെയാണ് പെർ ക്യാപിറ്റ ഇൻകം വെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ. അത് തന്നെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഒരു നോർമൽ ഉള്ള ഒരു വ്യക്തികൾക്ക്, ഇപ്പൊ ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ടീച്ചേഴ്സിന്, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, ഇപ്പൊ ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്നവർക്ക്, സെയിൽസ് ഗേൾ, അതോടൊപ്പം തന്നെ നഴ്സിംഗ് കാറ്റഗറിയിലുള്ളവർ, അവരുടെയൊക്കെ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടി പോയാൽ ഒരു വർഷത്തെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം വരില്ല. 1.5 ലക്ഷം പരമാവധി ഈ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആശാ വർക്കർമാർ കൂടി പോയൊരു 15,000 രൂപ. 15,000 ഇല്ല, ഞാൻ റൗണ്ട് ചെയ്ത് പറഞ്ഞ ഈ 15,000 രൂപ വെച്ച് 12 മാസം ഒന്ന് കണക്ക് കൂട്ടിയാൽ ഒരു 1.5 ലക്ഷമേ വരുള്ളൂ. പക്ഷെ നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം 3.5 ലക്ഷമാണ്. അവിടെ തന്നെ പൊളിഞ്ഞല്ലോ. അതെ, അത് നമ്മള് ഭൂരിപക്ഷം വരുന്നത് ഈ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ വരുന്നത്, ഭൂരിപക്ഷം വരുന്നത്. പിന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അവർ നമ്മൾ പറയും വളരെ സേഫ് ആണ്, ഒരു സ്റ്റാറ്റസും പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പിന്നെ എന്തിനാണ് ഈ പറയുന്നത് കൈക്കൂലി പറ്റുന്നത്? നല്ലൊരു വിഭാഗം ഇപ്പോഴും കൈക്കൂലിക്ക് അടിമപ്പെട്ടിരിക്കുന്നവരാണ്, നല്ലൊരു വിഭാഗം. ദിവസവും വാർത്തകൾ കൊണ്ട് നിറയുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഈ പറയുന്ന പോലെ ഈ കൈക്കൂലി കൈപ്പറ്റേണ്ട ആവശ്യമുണ്ടോ? അല്ലേ, ആവശ്യമുണ്ടോ? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒരു മനോഭാവം എന്താന്ന് വെച്ചാല്, ഈ നമ്മുടെ ജനപ്രതിനിധികളെ പോലെ തന്നെയാണ് MLA-മാരെയും മന്ത്രിമാരെയും പോലെ. 10 കിട്ടുകിൽ 100 മതി, 100 മതിയെങ്കിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് MLA-മാരുടെ പിന്നെയും നമുക്ക് ഓർക്കാം, ഒട്ടനവധി ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നെങ്കിലും നമുക്ക് ഓർക്കാം. ഇവരുടെ ഇത്രമാത്രം ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, ഈ പറയുന്ന ശമ്പളമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ഇതിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പറയുന്ന കൈക്കൂലി വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്, അല്ലെ? ഇവിടെയും തീർന്നില്ല. നമ്മുടെ ദാരിദ്ര്യരേഖയല്ല, നമ്മുടെ ഇവിടുത്തെ വൃദ്ധരുടെ കണക്ക് പരിശോധിച്ചാല് എത്രയാണ്? 20% നമ്മുടെ ഏജ് സംസ്ഥാനങ്ങൾ എന്നുള്ള കാറ്റഗറിയിലാണ് ഇപ്പൊ കേരളവും അതോടൊപ്പം തന്നെ തമിഴ്നാടും പെടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നമ്പർ 1 ആയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ. അങ്ങനെ നമ്പർ 1 ആയിട്ടുള്ള സംസ്ഥാനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂത്ത് ഇവിടെ നിൽക്കാതെ പുറം രാജ്യങ്ങളിലേക്ക് ഒഴുകേണ്ട അവസ്ഥ ഉണ്ടാകും. നമ്മുടെ കോളേജുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, പല സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, പല കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 50% കോളേജുകളിൽ, ആർട്സ് കോളേജുകളാകട്ടെ, എഞ്ചിനീയറിംഗ് കോളേജുകളാകട്ടെ, എല്ലാത്തിലും
ഇപ്പോ വിദ്യാർത്ഥികൾ ബിടെക് ഗ്രാജുവേറ്റ്സിന് പോലും ഇപ്പോ 8,000 രൂപ പോലും ശമ്പളം തികച്ചു കിട്ടാൻ ഇല്ലാത്ത അവസ്ഥ. 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് 19 പേപ്പറുകൾ എഴുതിയെടുക്കുന്ന ആ യുവാക്കൾക്ക് ഇവിടെ ജോലിയില്ല. അപ്പൊ ആരാണ് വിശ്വസിച്ചത്? അപ്പൊ അത് മാത്രമല്ല, ഒരു MBBS ഗ്രാജുവേറ്റ് പറഞ്ഞത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അവര് ബാംഗ്ലൂർ ആയിരുന്നു, ബാംഗ്ലൂർ അല്ല, സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞതാണല്ലോ. അവർക്ക് ലഭിക്കുന്നത് 40,000 രൂപയാണെന്ന് പറയുന്നത്. 40,000 രൂപ ലഭിക്കുന്നത് പോട്ടെ, 24 മണിക്കൂർ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. ഇത്ര ലക്ഷത്തോളം മുടക്കി പഠിച്ചിട്ട് ഇത്ര ലക്ഷത്തോളം മുടക്കി പഠിച്ചിട്ട് അവർക്ക് ലഭിക്കുന്നത് 40,000 രൂപയോളമാണ്. അത് ബാംഗ്ലൂര്. കേരളത്തിലേക്ക് എത്തിയാൽ 15,000 രൂപ. അതുമില്ല കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതുമില്ല. അത് വേറൊരു വസ്തുത എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഡോക്ടർമാർ പോലും ഇല്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, കേരളത്തില് ഇപ്പോ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ സുഖം അന്യ സംസ്ഥാന തൊഴിലാളികൾക്കാണ്. അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ കേരളം പറ്റില്ല. ഇവിടെ വിലക്കയറ്റം, ഇവിടുത്തെ വിലക്കയറ്റത്തിന്റെ തോത് എന്ന് പറയുന്നത് 9.8, അതിൽ നമ്പർ 1 ആണ്. 9% മേലെയാണ് വിലക്കയറ്റത്തിന്റെ തോത് എന്ന് പറയുന്നത്. അതിൽ നമ്പർ 1 തന്നെയാണ്. ആകെ കിട്ടുന്ന ഞാൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരെയാണ്. നമ്മുടെ കേരള സർക്കാർ ദാരിദ്ര്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാലും സത്യസന്ധമായി പറയുകയാണെങ്കിൽ, തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾക്ക് മാസം ചുരുങ്ങി കിട്ടുന്നത് 10,000 രൂപയാണ്, അല്ലെങ്കിൽ 15,000 രൂപ. ഈ 15,000 രൂപയിൽ 10,000 രൂപയും ഇവർക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങാനും ഇപ്പൊ ഇനി ഇവരുടെ ആവശ്യങ്ങൾ ഇനി എങ്ങാനും ഇവർക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ആ 5,000 രൂപയിൽ പോയി. പിന്നെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാകാം, അങ്ങനെയുള്ള പല പല ആവശ്യങ്ങളുണ്ട്. അതിനൊന്നും ഈ മാസം കിട്ടുന്ന തുക പോലും തികയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇവർ ഈ 3 ലക്ഷം രൂപ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടെന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ 30 ലക്ഷത്തിൽ പരം പ്രവാസികളുണ്ടല്ലോ. ആ പ്രവാസികളുടെ ഇൻകം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഫിഗർ വരുന്നത്. അതല്ലാതെ അസംഘടിത മേഖലയിലുള്ള നമ്മുടെ ഈ നാട്ടിൽ വരുന്ന ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. നമ്മുടെ സർക്കാരിന് ഒന്നും കുറച്ച് പറയാൻ പറ്റില്ല. അവർക്കെല്ലാം തള്ളി ഊതിപ്പെരിപ്പിച്ച് കാണിച്ചാലേ ഇനിയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു PR വർക്കിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുതൽക്കൂട്ട് ഉണ്ടാവണമല്ലോ. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ ഇവരുടെ എല്ലാവരുടെയും പദ്ധതിയിൽ പിണറായി വിജയന് ചിരിച്ചു നിൽക്കുന്ന അതും ഒരു കബളിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അതും ഞാൻ ചോദിക്കുന്നത്, എത്രമാത്രം സർക്കാരിന്റെ കണക്ക് പ്രകാരം എത്രമാത്രം വീടുകളാണ് വെച്ച് നൽകിയെന്നാണ് പറയുന്നത്? 5.5 ലക്ഷം വീടുകൾ വെച്ച് നൽകിയെന്നാണ് പറയുന്നത്. ഈ 5.5 ലക്ഷം ഇൻറ്റു 4 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? ഒരു 20-22 ലക്ഷം അപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാം. അതും ഇനിയിപ്പോ ഇതില് ഈ അപേക്ഷകൾ ഉൾപ്പെട്ടിട്ടും കിട്ടാതെ പോയിട്ടുള്ള എത്ര പേരുണ്ടാവും? ഒരു 10-15 ലക്ഷം പേരുണ്ടാവില്ലേ? അതിൽ തന്നെ മിക്കവാറും ഈ നമ്മുടെ ദുരിതാശ്വാസ ഫണ്ട് വഴി ഈ വയനാട്ടിലും മറ്റും ഉണ്ടായ ദുരിതബാധിതർക്കുള്ള വീട് വെച്ച് കൊടുത്തതും ഈ ഒരു ലൈഫ് മിഷനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25-30 ലക്ഷം പേരെ നമുക്ക് കൂട്ടാം മൊത്തത്തില്. അപ്പൊ ഈ 30 ലക്ഷം പേർക്ക് പോലും വീട് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ല എന്നുള്ളതല്ലേ ഇത് തെളിയിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർന്നു നിന്ന സംസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ പോലും ഇങ്ങനെയാണ്. അത് നമ്മൾ അംഗീകരിക്കണ്ടേ, അല്ലെ? അപ്പോ ഇങ്ങനെ ഒരു ചുരുങ്ങിയ ഒരു വീട് വെക്കാനുള്ള കപ്പാസിറ്റി പോലും ഇത്രയും വ്യക്തികൾക്കില്ല. അതുകൊണ്ടാണല്ലോ അവര് 4 ലക്ഷത്തിന് 5 ലക്ഷത്തിന്റെ ഈ ലൈഫ് പദ്ധതി പ്രകാരം കൈപ്പറ്റേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളിങ്ങനെ പച്ചയ്ക്ക് സത്യങ്ങൾ നമ്മളിങ്ങനെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, മിക്കവാറും നാളെ നമ്മളൊരു രക്തസാക്ഷികളായിട്ട് ഇവിടെ ഫോട്ടോ ഒട്ടിച്ച് ആദരിക്കുന്നുണ്ടാകാം. കാരണം സഹിക്കില്ലോ, അവർക്കിത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് ഫാക്ട് ഒന്ന് പരിശോധിച്ച് വരികയാണ്. ഫാക്ട് ഒന്ന് പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്ന ഈ തരത്തിലുള്ള ഇതാണ്. ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൈവരിച്ചത് എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഈ 30 ലക്ഷം വരുന്ന പ്രവാസികളാണ്. അതിന് ഒരിക്കലും നമ്മുടെ കേരളത്തിന് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ സർക്കാരായിട്ട് ഉണ്ടാക്കി തന്നതല്ല ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒന്നും തന്നെ, ഒരു സർക്കാരായിട്ട് ഉണ്ടാക്കി തന്നതല്ല ഈ കാണുന്ന ഒന്ന് തന്നെ. അത് ഈ പ്രവാസികളുടെ മിടുക്ക് കൊണ്ട് തന്നെയാണ് കേരളം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു എന്ന് ഞാൻ പറയാം. അതും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ പറയുന്നു അന്ന് മുതൽ 1950 മുതൽ നമ്മൾ എല്ലാത്തിനും നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രവാസികളെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റു ഗൾഫിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇത്ര നമ്പർ 1 ആയിരുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. അത്രയും നമ്മൾ നോർമലായി ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ട് അവർ ഈ നാട്ടിൽ നിൽക്കാതെ അന്യരാജ്യത്തേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരൊറ്റ ചിന്ത തന്നെ മതി. എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ചികിത്സിക്കാൻ പോകുന്നത് അമേരിക്കയിലേക്കാണല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആരോഗ്യ കേരളത്തിൽ നമ്പർ 1 ആണ്. ആരോഗ്യ കേരളത്തിൽ നമ്പർ 1 ആണ്.
അപ്പൊ അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകൾ നിറഞ്ഞതാണ് നമ്മളെ കമ്പിളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം തന്നെ എന്നുള്ളത് വ്യക്തമാണല്ലോ. സോ വ്യക്തമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്ന് നമ്മുടെ ബാലഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂ നോർമൽ വികസിത കേരളം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. വികസനത്തിൽ നമ്മൾ ഇന്നും കുതിച്ചു പായുകയാണ്, പഴയ കേരളം അല്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു വികസന കേരളം ആ ഒരു ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ന്യൂ നോർമൽ വികസിത കേരളമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കളൊക്കെ തന്നെ നാട്ടിൽ നിൽക്കേണ്ടതല്ലേ, അല്ലെ? അത് അനുഭവിക്കാൻ വേണ്ടി വലിയ വികസന കുതിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് അത് ആസ്വദിക്കാനും അത് ആഹ്ലാദിക്കാനായിട്ടും യുവാക്കളെല്ലാം തന്നെ നിലനിൽക്കേണ്ടതല്ലേ, അല്ലെ? ഈ 10 വർഷം കൊണ്ട് ഇവിടെ സംഭവിച്ച വികസനങ്ങളിലെ ഏതെങ്കിലും ഒരു 5 എണ്ണം പറയാൻ സാധിക്കും? വികസനം എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികളെ നമ്മൾ വിദേശത്തേക്ക് അയച്ചു എന്നുള്ളതാണ് നമ്മുടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും വലിയ വികസനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ വലിയ തോതിലുള്ള യുവാക്കളെ നമ്മൾ വിദേശത്തേക്ക് അയച്ചു. മുൻ കാലഘട്ടങ്ങളിൽ അത് അവർ ഗൾഫിലേക്ക് ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് അവർ തിരികെ വരാൻ പോലും കഴിയാത്ത രീതിയിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും അയച്ചു. ഇന്നൊരു കൊച്ചു കുട്ടിയോട് പോലും നമ്മൾ എന്താണ് അവസരം എന്താകണമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇത് തന്നെയാണ്, വിദേശങ്ങളിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കേരളം മുതൽ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ ഒരു മലയാളിയെ ട്രെയിനിൽ കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചാൽ നമ്മൾ അവര് പറയുന്ന കാര്യം, അവര് നോക്കുന്ന ബോർഡുകൾ ഈ പറയുന്ന വിദേശ സ്റ്റഡീസിന്റെയും ഹയർ സ്റ്റഡീസിന്റെയും ബോർഡുകളാണ്, മൈഗ്രേഷൻ ടു അതിന്റെ ബോർഡുകളാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്പർ 1 ഒരു ബിസിനസ് ഐഡിയ ആണ്. നമുക്ക് ഇതിനെ പറ്റി ഒരു പോഡ്കാസ്റ്റ് വേറെ ഇരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ബിസിനസ് ഐഡിയ. ഇത് കൂടാതെ മറ്റൊരു ഐഡിയ ഉള്ളത് നമ്മൾ കേരളത്തിൽ പിടിക്കപ്പെടുന്ന NDPS കേസുകളുടെ എന്താണെന്നുള്ളതെന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് നല്ലൊരു വ്യവസായമാണ്. അത് ഏറ്റവും വലിയ പഞ്ചാബിനെ ക്രോസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ബിവറേജസിനെയും ലോട്ടറീസിനെയും കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ പിടിക്കപ്പെടുന്നത് തന്നെ 10-20,000 കോടി രൂപയുടെ കേസുകളാണ് പിടിക്കപ്പെടുന്നത്, ടോട്ടലി പിടിക്കപ്പെടുന്നത്. അപ്പൊ പിടിക്കപ്പെടാത്ത എത്ര കേസുകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതിന്റെ ടോട്ടൽ വാല്യൂ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയായിരിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ എക്കോണമി ശോഷിക്കുകയല്ല ചെയ്യുന്നത്. കാരണം യുവാക്കൾ നാട് വിട്ടു പോകുന്നു, യുവാക്കളുടെ വലിയ തോതിലുള്ള ഒരു ഫണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളും നല്ല രീതിയിലുള്ള ഒരു ഫണ്ട് കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നു. തീർച്ചയായും ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. ഞാൻ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കാണ് ഞാൻ പോയത്. അവിടെ ഞാൻ മലയാളികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു 90% പേര് ഞാൻ കാണുന്നത് ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ്. മലയാളികളില്ല. ഒരു രസം കൂടി ഉണ്ട്. അവര് മുൻകാലങ്ങളിൽ അവിടെ ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെ ആയിരുന്നവരായിരുന്നു. ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെ ആയിരുന്നവരായിരുന്നു അവരാണ് ഇന്നിപ്പോ ഉള്ളത്. ഇന്നിപ്പോ അദ്ദേഹം ആ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് നടത്തിയല്ലോ, വീട്ടിൽ കയറിക്കൊണ്ട് കയറിക്കുന്ന പാത്രം കയറിക്കുന്ന ഒരു സ്റ്റണ്ട് നടത്തില്ല. അത് ശരിക്കും ബോധപൂർവം തന്നെ നടത്തിയാണ്. കുറച്ച് വർഷങ്ങൾ കൂടി നമ്മൾ ഭരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ സ്ഥിതിയാവും, അന്യവിൽ പോയി ചെയ്യേണ്ട ആ ഒരു സ്ഥിതി വരും. അതുകൊണ്ട് അദ്ദേഹം അത് ബോധപൂർവം തന്നെ നടത്തിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എക്കോണമി എന്നുള്ളത് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൃദ്ധസദനമായി മാറാൻ ഇനി എത്ര നാളാകും? മാത്രമല്ല, നമ്മുടെ ഈ വികസിത ഇന്ത്യ 2047 എന്ന് പറയുന്ന ഒരു മോദിയുടെ മിഷൻ ഉണ്ടല്ലോ, അതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ വെല്ലുവിളിയും കേരളമാണ്. കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ ഈ ഒരു മുരടിപ്പ്, ഈ ഒരു കടബാധ്യത എല്ലാം കൂടി നമ്മുടെ വികസിത ഇന്ത്യയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനിയെങ്കിലും ഇവിടുത്തെ ജനങ്ങളെങ്കിലും തിരിച്ചറിയണം. കാരണം മന്ത്രിമാര്, MLA മാര്, ഈ 2 മുന്നണികളും അവരെന്തായാലും അത് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവരായിട്ടൊരു മാറ്റം ഇവിടെ കൊണ്ടുവരാനും പോകുന്നില്ല. ജനങ്ങളെങ്കിലും മാറി ചിന്തിച്ചാലേ ഈ ഒരു ഇന്ത്യ അങ്ങനെ മാറി ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, കുന്നത്താണ്ട് നിയോജക മണ്ഡലത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാലോ. അദ്ദേഹം എത്രമാത്രം വിലക്കുറവിലാണ് അവർക്ക് ഭക്ഷ്യ കിറ്റ് നൽകിയത്, മെഡിസിൻസ് നൽകിയത്. ഒടുവിൽ അതേ ജനങ്ങൾ തന്നെ തിരിഞ്ഞു കുത്തുകയാണ് ചെയ്യുന്നത്. അതേ ജനങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ തയ്യാറായോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്? നമുക്ക് ഇത്രമാത്രം സാമൂഹിക ക്ഷേമം നടത്തുന്ന ഞാൻ കരുതിയിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു പ്രവർത്തനമൊക്കെ കണ്ടിട്ട് ഉടനടി തന്നെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകും, 2020 സകലയിടത്തും വ്യാപിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കും ഉണ്ടായിരുന്നു. അതിപ്പോ ജനങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ജനത്തിന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ താല്പര്യം ഇല്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അവർക്ക് ഈ മുരടിപ്പാണ് നമുക്ക് അങ്ങനെ ഒരു പ്രവർത്തനങ്ങളോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ തന്നെയാണ് ഇതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത്.